പ്രിയമുള്ളവരെ, മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ ഏകദിന ധ്യാനം 2025 സെപ്റ്റംബർ 13 ശനിയാഴ്ച, രണ്ടാം ശനി. ബ്രദർ ജസ്റ്റിൻ പുളിക്കൻ, പുതുക്കാട് ആൻഡ് ടീം. ജപമാല, സ്തുതി ആരാധന, വചനപ്രഘോഷണം, അനുഭവ സാക്ഷ്യം, വിശുദ്ധ കുർബാന. എല്ലാവരെയും മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുരോഹിതന്മാരെ, സന്യാസികളെ, പൊതുവെ സംരക്ഷിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമായി ുമ്പോൾ കയ്യിൽ പിടിക്കേണമേ, നിൻ സുതന്റെ കയ്യിൽ പിടിക്കേണമേ. നമ്മുടെ സാഹചര്യം മാറ്റും. രണ്ട് നാടാണ് നമ്മുടെ കർത്താവ് നമുക്ക് രക്തം ചിന്തി മരിച്ചു, പരിശുദ്ധാത്മാവിനെ വർഷിച്ചു, പരിശുദ്ധ അമ്മയെ നൽകി, സഭയെ നമ്മൾ അംഗമാക്കി. ഇനി എല്ലാ ഉത്തരവാദിത്വം ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ, എന്റെ കയ്യിലാണ്. ഒരു യുവാവ് എന്ന നിലയിൽ ഞാൻ കർത്താവിനെ കണ്ടുമുട്ടാൻ സകല സാഹചര്യവും കർത്താവ് ഒരുക്കി തന്നു. കർത്താവ് ഇനി ഞാൻ ഉണർന്നില്ലെങ്കിൽ കർത്താവ് ആരോട് ചോദിക്കുക? എന്നോടാണ് ചോദിക്കുക. നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വമാണ് ഉണരുക എന്നുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഈ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കൂടം പോലെയുമല്ലേ. ഹല്ലേലൂയ. ആ വചനം സ്വീകരിക്കുക, ഹൃദയം തുറന്ന് നമ്മുടെ ആകുല എഴുന്നേറ്റുന്ന ശക്തിയോടെ കരമടിച്ച് പാടിന്റെ കുട്ടികള് ഇത് പാടി നമുക്ക് ആത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
സന്നിധിയിൽ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അതുപോലെ സ്നേഹിക്കുന്നവരും അതുപോലെ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് ഫലമേൽപ്പിക്കാം. ശുശ്രൂഷകളിലൂടെ കർത്താവിന്റെ അതിശക്തമായ അഭിഷേകവും കൃപയും വലിയ വിടുതലും ഇന്ന് ഇപ്പോൾ ഈ പകൽ നമ്മുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും. ദൈവം ജസ്റ്റിബദനെ സമർപ്പിക്കാം. വരുന്ന ശുശ്രൂഷകളിലൂടെ ദൈവത്തിന്റെ സ്നേഹവും ശക്തിയും നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ദേശത്തെല്ലാം മാറ്റിമറയ്ക്കാൻ വേണ്ടി വലുതരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിന്റെ കന്യകയാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിങ്ങൾക്ക് യോഗ്യരാകുവാൻ പരസ്പരം സ്തുതി കൊടുത്ത് നമുക്ക് ഇരിക്കാം. സന്തോഷമാണ് അല്ലേ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടാൻ സാധിച്ചത് ഒത്തിരി കർത്താവ് നന്ദി പറയാം. നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. അല്പസമയം സ്വർഗം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാം. ഇങ്ങനെ കുടിയിലുള്ള വ്യക്തിയെ കയറ്റി കൊണ്ടുവരേണ്ടത് ദൈവമക്കളായ നമ്മുടെ കടമയാണ്. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞാൽ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരപ്പോൾ ആ സഹോദരനോട് ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലിരുന്ന് സംസാരിച്ചു. അതിനുശേഷം ഞാൻ അധികം സംസാരത്തിന് പോയില്ല. ഞാൻ അവന്റെ കൂടെ ഇരുന്ന് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ കൂടെ ഇരുന്ന് ജപമാലയിൽ ഓരോ രഹസ്യങ്ങളും പരിശുദ്ധ അമ്മയോടൊപ്പം ധ്യാനിച്ച് ആദ്യം അവന്റെ വിശ്വാസത്തിന്റെ തലത്തെ സമർപ്പിച്ചു. ശേഷം ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ ആ ജീവിത വിശുദ്ധീകരണത്തിനെ കുറിച്ച് ധ്യാനാത്മകമായി കടന്നുപോയി. അങ്ങനെ അവൻ അതിനുശേഷം വളരെ സ്നേഹത്തോടെ എൻ്റെ കൂടെ അല്പസമയം അവർ നിയോഗങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചു. സന്തോഷത്തോടെ തിരിച്ചുപോയി. ആ സഹോദരൻ വീണ്ടും ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ വിളിക്കുക, യേശുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് ഞാൻ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവർ, ആ സഹോദരൻ പറയുകയാണ്, എനിക്ക് നഷ്ടപ്പെട്ട എല്ലാം, അതായത് ഭൗതികമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബിസിനസ് ഒക്കെ പണ്ടേ പരാജയം, അതുപോലെ അടിയിൽ പോയി. സാമ്പത്തിക മേഖല, ജീവിത പങ്കാളിയായി ഒരു എന്താ പറയാ, ഒരു സ്നേഹത്തിന്റെ ജീവിതമില്ല, ഒരു യാന്ത്രികമായ ജീവിതം, കുടുംബജീവിതത്തിന്റെ ആനന്ദം നഷ്ടപ്പെട്ടു. പള്ളിയിലൊക്കെ വലിയ ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സ്വന്തം ജീവിതം തന്നെ തകർന്ന് തനിപ്പണായ വ്യക്തിക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സഹോദരൻ അങ്ങനെ വേദനിക്കുന്ന സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ജപമാല ധ്യാനിച്ചു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ബന്ധം ആ വ്യക്തിക്ക് കടന്നു വന്നു. അങ്ങനെ യേശുവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറയൂ, ആ വ്യക്തിയുടെ പ്രാർത്ഥന ജീവിതം ശക്തിപ്പെട്ടു, വിശുകുർബാനയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെട്ടു. ആ വ്യക്തി കുടുംബജീവിതത്തിൽ ഒരുമിച്ചിരുന്ന് ജപമാല ധ്യാനിക്കാൻ തുടങ്ങി. പിന്നീട് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരിച്ചു കൊടുത്തു, വാതിലുകൾ തുറന്നു കൊടുത്തു. അടിക്കുകയാണ്. അടിക്കുമ്പോ ആദ്യത്തെ അടിയിൽ പൊട്ടണമെന്നില്ല, ശരിയല്ലേ? ആദ്യത്തെ അടിയിൽ പൊട്ടണമെന്നില്ല. പക്ഷെ ആ കല്ലിന് മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വന്നിട്ടുണ്ട്. നമുക്കത് അറിയാൻ പറ്റില്ല. കല്ലിന് മാറ്റം വന്നിട്ടുണ്ട്. കല്ല് ഉള്ളിൽ എവിടെയോ ഒരു ഇത് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടിക്കുകയാണ്. വീണ്ടും അടിച്ച പൊട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ കൂടെ കൂടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു അടി ആ വലിയ പാറക്കല്ല് പൊട്ടിയിരിക്കും. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടാത്ത ചില മേഖലകൾ ഉണ്ടായിരിക്കാം, മാറ്റപ്പെടാത്ത ചില ചെറിയ കോട്ടകൾ, ചില കല്ലുപോലെ പ്രതിസന്ധികൾ. എന്നാൽ ആദ്യം ദൈവസന്നിധിയിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യേശുനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ പാറക്കല്ല് പൊട്ടും. അവിടെ നമുക്ക് വേണ്ടി വാതിൽ തുറക്കും. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് വെടിച്ചിക്കുറയിൽ 15 മണിക്കൂർ യാത്രയുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. 18 മണിക്കൂർ യാത്ര. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള മുണ്ടക്കയത്തുള്ള വികാരിച്ചനാണ് പ്രസാദിച്ചൻ. അച്ഛൻ പറഞ്ഞ് റെസ്റ്റ് ചെയ്തോ, ഈവനിങ് 6 മണിക്കാണ് അവിടെ, 5:30ക്കാണ് കുർബാന, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ അവിടെ ഏകദേശം 8 മണിക്ക് എത്തി. ഭക്ഷണം കഴിച്ചിട്ടില്ല. സമയത്ത് എനിക്ക് റെസ്റ്റ് ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ പള്ളിയിൽ പോവുകയാണ്. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് പള്ളിയിൽ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ പോകാനുള്ള വഴി ഞാൻ ചോദിച്ച് ഒരു നിലയ്ക്ക് ആ പള്ളിയിലെത്തി. പള്ളിയിലെത്തിയപ്പോൾ വളരെ സന്തോഷമായി. നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേകം വ്യക്തികൾ വന്ന് അവിടെ പരിശുദ്ധ അമ്മയോടൊപ്പം കിട്ടാൻ ആരാധിക്കുകയാണ്. ഭയങ്കര സന്തോഷമുള്ള ഒരു കാഴ്ചയായിരുന്നു. ഈ സമയത്ത് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഏങ്ങലിന്റെ ശബ്ദങ്ങളെല്ലാം ഞാൻ കേട്ടു. അവിടെ ഇരുന്ന് ചില വ്യക്തികൾ ഇന്ന് പൊട്ടി പൊട്ടി കരയുന്നു.
അറിയാണ്. എനിക്കും ഭയങ്കര ഒരു കരച്ചിലും ഭയങ്കര ദൈവസാന്നിധ്യം. എനിക്ക് മനസ്സിലായി മലയാളിയാണ്. ആള് ജന്മമാരെയൊക്കെ വിളിച്ച് നിൽക്കാണ്, ഒരു മലയാളി ചെറുപ്പക്കാരൻ. ഞാൻ അവിടേക്ക് ഓടാണ് അടുത്ത് സമയത്ത് പരിശുദ്ധാത്മാവോട് ഞാൻ ആരാധന ചോദിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് പരിശുദ്ധാത്മ പറഞ്ഞു, ഇത് പരിശുദ്ധ അമ്മ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. നീ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക, കർത്താവ് നിനക്ക് വഴി തുറന്നു തരും. ഈ വനമാതാവ് ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. കരങ്ങൾ വീശി പറഞ്ഞ് ആവേ മരിയ, ആവേ മരിയ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ചെന്നു, ആ മകനോട് സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് എന്ത് സംഭവിച്ചതറിയോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റില്ല. കാരണം താങ്കളുടെ ഹോട്ടലിന്റെ പേര് താങ്കൾക്ക് അറിഞ്ഞുകൂടാ, താങ്കളുടെ കൂടെയോ അച്ഛന്റെ നമ്പർ താങ്കൾക്ക് അറിഞ്ഞുകൂടാമെങ്കിലും ഇനി അത് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ആ വ്യക്തിയുടെ ഫോണിൽ നിന്ന് അച്ഛനെ വിളിച്ചു, അച്ഛനെ കിട്ടിയില്ല. അങ്ങനെ വേദനയോടെ നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധമേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കർത്താവ് എന്റെ കണ്ണുകളെ തുറന്നു തരികയാണ്. ഹല്ലേലൂയ. ഇവിടെ മുമ്പിൽ ആ റോഡ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് റോഡിലേക്ക് പോയി. പെട്ടെന്ന് കർത്താവ് എനിക്ക് നൽകിയ വചനം ഇതായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം അവിടെ 15 മുതൽ 19 വരെയുള്ള വാക്യമുണ്ട്. നമുക്കുള്ള വചനമാണ്. ആ വചനപ്രകാരമാണ്, ഹാഗാർ എന്ന പെൺകുട്ടി സഹോദരി അബ്രാഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇത് ഇറക്കി വിടുകയാണ്. സാറ മകനുണ്ട്, ഒരു ചെറിയ കുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ പേര് ഇസ്മായിൽ എന്നാണ്. ആ കുഞ്ഞിനും ഹാഗാറും കൂടി ബർശബ മരുപ്രദേശത്ത് അലഞ്ഞു നടക്കുകയാണ്. കുപ്പിയിൽ കുറച്ച് വെള്ളമുണ്ട്. കുപ്പിയിലെ വെള്ളം കഴിഞ്ഞപ്പോൾ, മരുപ്രദേശമാണ്, മണലാരണ്യമാണ്, വെള്ളം കിട്ടില്ല. സമയത്ത് ഹാഗാറിന് മനസ്സിലായി, എന്റെ കുട്ടി മരിക്കാൻ പോവുകയാണ്. കുട്ടി മരിക്കാൻ പോകുക എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഹാഗാർ ചെയ്തിരുന്നു, കുട്ടി മരിക്കുന്നത് കാണാൻ പറ്റില്ല, ഈ കുട്ടിയെ ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തി. ഹാഗാർ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഈ സമയം കുട്ടി എന്ത് ചെയ്തു? കുട്ടി കരയുകയാണ്. കുട്ടിക്ക് വെള്ളമില്ല, മരിക്കാൻ പോവാണ്, ചെറിയ കുഞ്ഞാണ്. കുഞ്ഞു വാവിട്ട് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ആ നിലവിളി സ്വർഗത്തിലെത്തി. സ്വർഗം വിട്ടിറങ്ങി വന്നു. കരങ്ങളെത്തി പറഞ്ഞ ഹല്ലേലൂയ. വചനം പറയാണ് 21-19, കർത്താവ് ഹാഗാറിന്റെ കണ്ണുകൾ തുറന്നു. ഹാഗാറിന്റെ കണ്ണിനെ തുറന്ന കർത്താവ് ഹാഗാറിന് ഒരു കിണർ കാണിച്ചു കൊടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹാഗാറിനെ കർത്താവ് കാണിച്ചു കൊടുത്ത കിണർ അവിടെ ഉണ്ടായിരുന്നോ? എന്താണ് അഭിപ്രായം? ഉണ്ടായിരുന്നു. ഹാഗാറിന് കർത്താവ് കാണിച്ചു കൊടുത്ത കിണർ അവിടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ഹാഗാറിന്റെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരുന്നു. എന്താണ് കാരണം? അവിശ്വാസവും നിരാശയും ദുഃഖവും സാറായിയോടുള്ള വിഷമവും വിദ്വേഷവും എല്ലാം മൂത്ത് ഈ ഹാഗാറിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ അടഞ്ഞു പോയി. എന്നാൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ഹാഗാറിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ പ്രൊവിഡൻസ് ആ സഹോദരിക്ക് കാണാൻ സാധിച്ചു. അവൾ ആ കിണറിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു, കുഞ്ഞിന് കൊടുത്തു. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തി. കരങ്ങളേക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പോ പ്രിയപ്പെട്ടവർ, നമ്മുടെ കണ്ണുകൾ തുറക്കണം. എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ഈ വാഴയിൽ നീക്കാൻ ഇടാൻ പറ്റില്ലോ. അപ്പോ നമുക്ക് കേൾക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന നമ്മളിത് ഇങ്ങനെയൊക്കെ പോയി ശരിയാവും. നമ്മള് ഭയങ്കര ടീമല്ലേ, നമ്മളൊരു ടീമായിട്ട് നമ്മള് ഇത് പഠന ക്ലാസ്സൊന്നുമല്ല ഇല്ലേ? പരിചയത്ര കാലം എന്നിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ഒരു ഞാനിവിടെ അന്യനെ പോലെ നിൽക്കണത്. ഈ അന്യനെ പോലെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുടുംബത്തിൽ അംഗമായവർക്ക് എന്തിനു ചെയ്യാൻ പറ്റുള്ളൂ? ഹല്ലേലൂയ. വീട്ടിൽ വന്നിട്ട് വേറെ വ്യക്തിക്ക് എന്തിനു ചെയ്യാൻ പറ്റുള്ളൂ? വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ?
ഞാൻ നിങ്ങളിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ ഏറ്റെടുക്കോ? സ്വീകരിക്കൂ എന്നെ? സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കും. സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ, കൃപ നൽകണമേ യേശുവേ. ഹല്ലേലൂയ യേശുവേ നന്ദി. അപ്പൊ നമുക്ക് ഒരുമിച്ച് ആയിരിക്കും. ഞാൻ ഈ അനുഭവം എന്താ പറഞ്ഞെന്നറിയോ? ഹൃദയം തുറന്നില്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. കാര്യങ്ങൾ ശക്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ. നമ്മൾ ഇത് തുടങ്ങിപ്പോവും, അതേ സംഭവിക്കുള്ളൂ. നമ്മൾ ഈ മണിക്കൂർ നഷ്ടപ്പെട്ടു പോകും. ഹൃദയം ജ്വലിക്കണം. ഹൃദയം ജ്വലിച്ചാൽ നമ്മുടെ ശരീരം ജ്വലിക്കും, ആത്മാവ് ജ്വലിക്കും. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഓർക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഇവിടുന്ന് യാത്രകളായിരുന്നു, ശുശ്രൂഷയുമായി ബന്ധ യാത്രകളും ശരിക്കും ശുശ്രൂഷ, പ്രാർത്ഥന, ഉറക്കം പോലും ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ഞാൻ ചിന്തിച്ചു പോയൊരു കാര്യമാണ്, എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ തളർന്നു വീഴോ? പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ക്ഷീണം വരും. എന്നാൽ ഇപ്പോൾ എനിക്ക് ഒരു ക്ഷീണവും അനുഭവപ്പെടുന്നില്ല. കാര്യങ്ങളായിട്ട് പറഞ്ഞ ഹല്ലേലൂയ. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം എന്തിനും ഉപകരിക്കുന്നുണ്ടോ? ഇല്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണരാൻ തുടങ്ങും. ഈ മക്കളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന യേശുനാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിന്റെ എല്ലാ അന്ധതയും മാറിപ്പോകട്ടെ, കെട്ടുകൾ അടിയട്ടെ, ഹൃദയങ്ങൾ തുറക്കണമേ പരിശുദ്ധാത്മാവേ. ആകാരന്റെ കണ്ണുകൾ തുറന്നു കർത്താവേ, കണ്ണുകൾ തുറക്കണമേ, കണ്ണുകളെ തുറക്കണമേ, കണ്ണുകളെ തുറക്കണമേ. എഴുന്നേറ്റ് നിൽക്കാം, ശക്തിയോടെ പ്രാർത്ഥിക്കാൻ സമർപ്പിക്കുന്നു. എന്റെ ഹൃദയത്തെ അങ്ങ് തുറക്കണമേ. എന്റെ ജീവിതത്തിലുള്ള അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും അങ്ങ് ഇപ്പോൾ വചനമയച്ച് തുറന്നു തരണമേ യേശുവേ. എന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നവനെ, എല്ലാ അടിമത്ത ചങ്ങലകളെയും പൊട്ടിക്കണമേ. എന്റെ ഹൃദയത്തിലുള്ള അവിശ്വാസ ചിന്തകളെ, നെഗറ്റീവായുള്ള ചിന്തകളെ, നിരാശയുടെ ചിന്തകളെ, വെറുപ്പിന്റെ ചിന്തകളെ, സങ്കടങ്ങളുടെ ചിന്തകളെ അങ്ങ് പിഴുതു മാറ്റണമേ. പ്രത്യാശ കൊണ്ടും വിശ്വാസം കൊണ്ടും എന്നെ ജ്വലിപ്പിക്കണമേ. ദൈവസ്നേഹാഗ്നിയാൽ എന്നെ നിറയ്ക്കണമേ. എന്റെ ജീവിതത്തിൽ ഇന്നേ ദിവസം അധികമായ അഭിഷേകം എന്നിലേക്ക് പകരണമേ. ശക്തി പകരണമേ, പകരണമേ. ഇന്ന് അത്ഭുതമായ സൗഖ്യം എന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എന്റെ തലമുറയിലുള്ള ശാപക്കെട്ടുകൾ അടിയട്ടെ. തലമുറയുടെ കടന്നു വന്നിട്ടുള്ള കടക്ക് ദോഷങ്ങൾ മാറിപ്പോകട്ടെ. രോഗപീഠകൾ സൗഖ്യം പ്രാപിക്കട്ടെ. മാനസിക രോഗപീഠകൾ, ശാരീരിക രോഗപീഠകൾ ദേശത്ത് നിന്ന്, തലമുറയിൽ നിന്ന് മാറിപ്പോകട്ടെ. ആത്മീയ തടസ്സങ്ങൾ, ഭൗതിക തടസ്സങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, കുടുംബ വഴക്കുകൾ മാറിപ്പോകട്ടെ. യേശുവേ, അതിൽ തുറവയോടെ
പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ അനുഭവിക്കുന്ന ചില വേദനകളുണ്ട്. ദൈവസന്നിധിയിൽ അതിന് പരിഹാരമുണ്ട്. യേശുവിന്റെ കരങ്ങളിൽ അതിനുള്ള പരിഹാരമുണ്ട്. നമ്മളത് പിടിച്ചെടുക്കണം പ്രിയപ്പെട്ടവരെ. ആ കൃപ നമ്മൾ പിടിച്ചെടുക്കണം. കരങ്ങൾ കൂട്ടി പിടിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. ഈ ഒരു വചനം ഈ അടുത്ത ഒരു 15 മിനിറ്റ് സമയം കർത്താവിന്റെ ആത്മാവ് ശക്തമായി ഈ വചനത്തിലൂടെ ഞങ്ങൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശാന്തമായി ഇരിക്കാം. പ്രിയപ്പെട്ട, ഞാൻ പെട്ടെന്ന് പോവുകയാണ്. എനിക്ക് ഒരു അനോയിന്റിങ് വരാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു സാധാരണ പോലെ വചനം പ്രഘോഷിക്കാൻ പറ്റില്ല. എനിക്കൊരു കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു അഭിഷേകം വന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു. നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി നിലവിളിയോട് പ്രാർത്ഥിച്ചു. എന്റെ യോഗ്യതയിലൊന്നുമല്ല, നിങ്ങൾ പ്രാർത്ഥനയാണ് അഭിഷേകം കൊണ്ടുവരുന്നത്. കാരണം വേണ്ടി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു മാറ്റമുണ്ട്. എന്താണ്? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ അഭിഷേകം വരുന്നത്. ഞാനൊരു വചനം ഓർക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:34 വാക്യം. വചന ഇപ്രകാരമാണ്. യേശു പറയാണ്, ആരും വചനം എടുക്കണ്ട, എന്നെ നോക്കിയാൽ മതി. വചനം പറയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ കണ്ടെത്തുകയില്ല. നിങ്ങൾ എന്നെ അന്വേഷിക്കുമെന്നാൽ കണ്ടെത്തുകയില്ല. ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. യേശു പറയാണ്, നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്റെ ദൈവമേ, യേശുവിനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേ യേശു 7:34 പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റില്ല. ഇതേ യേശു പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? യോഹന്നാൻ 7:37 അടുത്ത വചനത്തിൽ പറയാണ്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. കാര്യങ്ങൾ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്താണ്? അതാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. ദാഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? ചിലപ്പോൾ കുറവുള്ള വ്യക്തിയായിരിക്കും. അതൊന്നും പ്രശ്നമല്ല. കർത്താവിനെ നിനക്ക് ഒറ്റ നിമിഷം മാറ്റി പറയാൻ പറ്റും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ജീവിതത്തിൽ രൂപാന്തരീകരണം സംഭവിക്കും. ഇന്നലെ വരെ പാപി, നാളെ വിശുദ്ധൻ. ആ നിമിഷം തന്നെ വിശുദ്ധനായി മാറും. അതാണ് പരിശുദ്ധാത്മ ശക്തിയുടെ പ്രത്യേകത. അതുകൊണ്ട് ദാഹമുള്ള ഒരു വ്യക്തി യേശുവേ ഒന്ന് നിലവിളിച്ച് ആ പാപത്തിന്റെ അടിത്തറയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, വേദനകളിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവശക്തി ഇറങ്ങും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ദാഹത്തോടെ ആയിരിക്കണം. എനിക്ക് നിങ്ങളുടെ മുഖം നോക്കിയാൽ അറിയാൻ പറ്റും ദാഹമുണ്ടോ അത് വെറുതെ ചടങ്ങിന് വേണ്ടി വന്നേക്കണം അല്ല. നിങ്ങളെല്ലാവരും നല്ല ജിൽ ആൾക്കാരുകളാണ്. അപ്പച്ചനൊക്കെ ഞാൻ ചിന്തിക്കണം, നല്ല ദാഹത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടത്. ഇതുപോലെ നിങ്ങൾ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവശക്തി ഇറങ്ങി വരികയും നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറമായി നിങ്ങളുടെ ധാരണയെ അതിലംഘിക്കുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. കരങ്ങളുയർത്തി ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. പറയാൻ ഉദ്ദേശിച്ച വിഷയം പറയാൻ സമയമില്ല, എങ്കിലും ഞാൻ തുടക്കം. അതായത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിഷയം ഏതാണെന്ന് നമുക്ക് നൽകുന്ന വിഷയം യോഹന്നാന്റെ സുവിശേഷം 8:32 വാക്യമാണ്. വചന ഇപ്രകാരം വെള്ളകരം വീട്ടി എല്ലാവരും പറയുക. വെള്ളകരം വീട്ടി പിടിച്ച് എല്ലാവരും ബൈബിൾ നോക്കണ്ട, എനിക്ക് നോക്കിയാൽ മതി. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ശബ്ദം വീട്ടി പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമയം ഈ വചനം പറയുകയാണ്, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അനേക കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല, അടിമത്തത്തിലാണ്. പാപത്തിന്റെ അടിമത്തം, തകർച്ചയുടെ അടിമത്തം, പിശാചിന്റെ അടിമത്തം, ലോകത്തിന്റെ അടിമത്തം, എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങളിൽ പെട്ട് കഴിയുകയാണ്. ദൈവമക്കൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യം അറിയണം. എന്താണ് സത്യം? എന്താണ് സത്യം? സത്യത്തെ കുറിച്ച് വചനം പറയുന്നു. യോഹന്നാൻ 14:6 വചനം പറയുന്നു. യേശു പറഞ്ഞു, ഞാനാണ് സത്യം. കാര്യങ്ങൾ എന്ന് പറഞ്ഞു ഹല്ലേലൂയ. യേശു എന്ത് പറഞ്ഞു? ഞാനാണ് സത്യം. പിന്നെ വീണ്ടും സത്യത്തെ കുറിച്ച് എന്താണ് യേശു പറയുന്നത്? വീണ്ടും വചനം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17 വാക്യം പറയാണ്, വചനമാണ് സത്യം. എന്താണ് സത്യം? വചനമാണ് സത്യം. അപ്പോ ഇതില് ഒരു രഹസ്യം എടുക്കുന്നുണ്ട്.
യേശു സത്യമാണ്, വചനം സത്യമാണ്. യോഹന്നാൻ 1:1 വചനം പറയുന്നു, ദൈവമാണ് വചനം, യേശു വചനമാണ്, വചനം യേശുവാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞ വചനം എന്താണ്? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക. അപ്പോ നമ്മൾ യേശുവിനെ അറിയുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രമാക്കപ്പെടുന്നത്. ഹല്ലേലൂയ. എങ്ങനെ അറിയും? യേശുവിനെ എങ്ങനെ അറിയും? യേശുവിനെ എങ്ങനെ അറിയും? യേശുവിനെ അറിയുന്നതാണ് എന്ത്? വചനം. വചനം അറിയുമ്പോൾ യേശുവിനെ അറിയും. യേശു അറിയുന്നത് വചനത്തിലൂടെയാണ്. എന്നാൽ ഈ യേശുവിന് നമ്മിൽ വചനത്തിലൂടെ പ്രവർത്തിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? വളരെ സത്യത്തോടെ ഇരിക്കണം. എപ്പോഴാണെന്നറിയൂ? നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറ്റിമറിക്കുന്ന വചനമാണ്. യോഹന്നാൻ 16:13 വചനം പറയുന്നു, സത്യാത്മാവ്, സത്യത്തിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിന്റെ, യേശുവിന്റെ അനുഗ്രഹത്തിന്റെ, സൗഖ്യത്തിന്റെ, അഭിഷേകത്തിന്റെ, കൃപയുടെ പൂർണ്ണതയിലേക്ക് നയിക്കും. കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞു ഹല്ലേലൂയ. ഇപ്പോൾ ഒരു അഭിഷേകം വരുന്നുണ്ട്. ശക്തിയോട് പറഞ്ഞു ഹല്ലേലൂയ. സത്യാത്മാവ്, യേശുവിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോഴാണ് ആ വ്യക്തിയിൽ യേശു സറണ്ടറായി അവിടേക്ക് കടന്നു വന്ന് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, എന്നെ നീ സ്നാനം ചെയ്യുക. സമയം സ്നാനം കഴിഞ്ഞപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയും ഒരു സമർപ്പണത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഇനിയും നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവ പദ്ധതിയോട് പരിപൂർണമായി സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തിന് നമ്മെ നോക്കി പ്രസാദിക്കാൻ സാധ്യമല്ല. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ. ഇത് സമർപ്പണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടിമത്തത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കുവാൻ നിങ്ങൾ ആഗ്രഹമുണ്ടോ? ഒരു സമർപ്പണം വേണം. കുടുംബജീവിതത്തിൽ ദൈവത്തിന് കുടുംബത്തെ സമർപ്പിക്കണം. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ ബന്ധങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ സാമ്പത്തിക മണ്ഡലങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. ദൈവത്തെ സമർപ്പിക്കാത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത്. ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ അവിടെ ദൈവത്തിന് കൃപ ഇറങ്ങി വരും. ദൈവത്തിന് സമർപ്പിച്ച ജീവിതങ്ങളാണോ, പിശാചിന് അതിനുമേൽ അധികാരമില്ല. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ദൈവത്തിന് സമർപ്പിച്ച ജീവിതമാണോ നമ്മുടെ? അല്ലെ? അങ്ങനെയാണ് പേടിക്കേണ്ട. ദൈവത്തിന് സമർപ്പിച്ച ജീവിതമാണെങ്കിൽ അതിന് മേൽ ഒരു തിന്മയ്ക്കും അതിന് മേൽ അധികാരമില്ല. കാരണം അതിന് മേലുള്ള അധികാരം ആർക്കാണ്? ദൈവത്തിന് മാത്രം. ഒരു ഗ്യാപ്പുമില്ല. അവന്റെ കുടുംബത്തിന് മേൽ ഒരു ഗ്യാപ്പുമില്ല കിടക്കാൻ. കാരണം എന്താണ്? അവനും അവന്റെ കുടുംബവും ദൈവത്തിനായി സ്വയം സമർപ്പിക്കേണ്ട കുടുംബമാണ്. അപ്രകാരം ഒരു അഭിഷേകത്തിലേക്ക് നമ്മെ ദൈവം വിളിക്കുകയാണ്. നമുക്ക് ഈ സമയം വിശുദ്ധ സമയമായിട്ടുണ്ട്. അല്ലേ? വന്നിട്ടുണ്ടോ? ഒന്ന് അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. ഈ സമയം രണ്ട് കരങ്ങളും ഒന്ന് ഒരിക്കലും കൂടി ഉയർത്തിപ്പിടിച്ച പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതം, കർത്താവ് യേശു ക്രിസ്തു സ്വയം സമർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നമ്മുടെ സ്വന്തമാണ് ഈ ബിസിനസ്, എന്റെ സ്വന്തമാണ് ഈ മക്കൾ, എന്റെ സ്വന്തമാണ് എന്റെ സമ്പത്ത്, എന്റെ ജീവിതം എന്റെ സ്വന്തമാണ്. പിടിച്ചു വെച്ചാൽ അവിടെ പിശാച് വരും. എന്നാൽ ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവം അതിനെ ആശീർവദിക്കും. രണ്ട് കരമുയർത്തി ശക്തിയോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സമ്പൂർണ്ണമായി സമർപ്പണം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിന്. കർത്താവേ, ക്ഷമിക്കണം. എന്തുകൊണ്ടാണ് അവൾ അന്ന് ആ അടിമത്തത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചു? അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ, ആ ഭർത്താവിന്റെ വ്യക്തമായ സമർപ്പണ ജീവിതം ആ കുടുംബത്തിലേക്ക് ദൈവശക്തി കൊണ്ടുവന്നു. പിന്നീട് ആ പെൺകുട്ടി ജീവിതകാലം, പിന്നീട് കുറെ കാലങ്ങൾക്ക് അവരെ കണ്ടിട്ടുണ്ട്, അവൾ പിന്നീട് ഒരിക്കൽ പോലും ആ തെറ്റായ ആ പ്രവൃത്തിയിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അവർ കുടുംബമായി കർത്താവിനെ സേവിക്കുന്ന ഒരു കുടുംബമായി രൂപാന്തരപ്പെട്ടു. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സമർപ്പണം നടത്തുന്ന വ്യക്തി, ആ വ്യക്തിയെ കർത്താവ് നോക്കും. ഞാൻ ഓർക്കുന്ന സംഭവം, ഇരിഞ്ഞാലക്കുട സൈഡിൽ ഒരു അമ്മ, അപ്പം മരിച്ചുപോയി, ഒറ്റ മകനേ ഉള്ളൂ. അത്രമാത്രം സമർപ്പണമുള്ള ഒരു അമ്മ. മകൻ നല്ലൊരു IT എഞ്ചിനീയറാണ്. മകൻ എന്തിച്ചെന്ന് അറിയോ? മകൻ ഒരു തെറ്റായ സ്നേഹബന്ധം, ഒരു വിജാതി പെൺകുട്ടിയാണ്. അമ്മ നിറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ തെറ്റാണ്, ശരിയല്ല, നീ അത് ഒഴി മാറണം. അവന് ഒഴി മാറിയില്ല.
ശേഷം പിന്നെ അമ്മ ഒന്നും പറയാൻ പോയില്ല. അമ്മ എന്ത് ചെയ്യുന്ന അറിയൂ? 40 ദിവസം ചെറിയ ഭക്ഷണം മാത്രം കഴിച്ച് എല്ലാ ഇഷ്ടപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങൾ മാറ്റിവെച്ച് മകനില്ലാത്ത സമയങ്ങളിലെല്ലാം പ്രാർത്ഥന മുറി മുട്ടുമേൽ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നിലവിളിക്കുകയാണ്. ഒരു പാറക്കല്ലിട്ട് അടിക്കുകയാണ്. എന്താണ്? പ്രതിസന്ധിയാണ്. വിശ്വാസത്താൽ അടിച്ചു. ആദ്യ ദിവസം അടിച്ചു, 2-ാം ദിവസം അടിച്ചു, 40 ദിവസം കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞു. ആ ഉപവാസ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അമ്മ മകനെ വിളിച്ചു പറഞ്ഞു, മോനെ എഡിസൺ, നീ ഇത് ചെയ്യരുത്, നീ പിന്മാറണം, നീ ഇതിന് പിന്മാറണം. പ്രിയപ്പെട്ടവരെ, സമർപ്പണത്തോടുകൂടിയുള്ള ആ പ്രാർത്ഥന കഴിഞ്ഞ് അമ്മ ആ മകനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മകന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നു. ആ മകൻ അമ്മയുടെ കാൽക്കൽ വീട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇതാ പിന്മാറുന്നു. പിന്നീട് അവർ മറ്റൊരു കല്യാണം അന്വേഷിച്ചു, കല്യാണം ഉറപ്പിച്ചു. നല്ല മനോഹരമായ കല്യാണം. അങ്ങനെ അവിടെയുള്ള വലിയ ആ ഹോളിൽ നടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ചെന്നറിയൂ, ചെറുപ്പക്കാരൻ മൈക്ക കയ്യിലെടുത്തു. വലിയ പാരമ്പര്യ കുടുംബമാണ്, സമ്പന്ന കുടുംബമാണ്. അവർ അനേകം വലിയ ശ്രേഷ്ഠ വ്യക്തി ഇരിക്കുന്നുണ്ട്. ആ സമൂഹത്തിൽ ഉറക്കെ പറഞ്ഞു, എന്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ എന്റെ ജീവിതത്തിലേക്ക്, അതായത് യേശുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. കരങ്ങളെ ദേശത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ജീവിതത്തെ മാറ്റി മറിച്ചു. ഇന്ന് എന്തുകൊണ്ട് ജീവിതത്തിലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല? സമർപ്പണമില്ല. സമർപ്പണമില്ല. പ്രിയപ്പെട്ടവരെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് നസ്രാനായ യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവർ കരങ്ങളിലേക്ക് പറഞ്ഞ് ഹല്ലേലൂയ. അഭിഷേകം ഇറങ്ങുന്നു. ഹല്ലേലൂയ. ആ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആ മകൾ അവിടെ വെച്ച് കടന്നു വരികയാണ്. പൊട്ടിക്കരഞ്ഞു. ജീവിതത്തിൽ തെറ്റുപറ്റി കർത്താവേ, ഞാൻ അങ്ങ് തിരിച്ചറിഞ്ഞില്ല. പാപത്തെ ഓർത്ത് നന്ദി തിരിച്ചു. ദൂർത്തപുത്രനെ പോലെ തിരിച്ചു നടന്നു. ദൈവത്തെ കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകളെ മാറ്റി പരിശുദ്ധാത്മ സഹായിച്ചു. അവിടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, അവിടെ ദൈവത്തിനെ സ്തുതിക്കാൻ തുടങ്ങി. ഒരു പുതിയ അഭിഷേകത്തിന് കടന്നു വന്നു. പിന്നീട് എന്ത് സംഭവിച്ചറിയും? ജോലി ഉണ്ടായിരുന്ന സഹോദരിക്ക് ജോലിയിലും അതുപോലെ വേദനയായിരുന്നു. എല്ലാ അധികാരികളിലും അവൾക്ക് തിക്താനുഭവം ഉണ്ടായി. എന്നാൽ അഭിഷേകം സ്വീകരിച്ച് ദൈവമായിട്ട് ബന്ധത്തിലേക്ക് വന്ന് ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പിന്നീട് പോയ ജീവിതം ഉണ്ടല്ലോ, അത് അനേകർക്ക് അനുഗ്രഹമായി മാറി. മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. കുടുംബ ജീവിതത്തിൽ ആ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കർത്താവ് ഒരുക്കി കൊടുത്തു. ജോലിയിൽ പ്രൊമോഷൻ കൊടുത്തു. ആ ജോലിയിൽ തന്നെ സക്സസ് കൊടുത്തു. ആ ജോലിയിൽ തന്നെ അനുഗ്രഹം കൊടുത്തു. ജീവിതത്തിൽ അനുഗ്രഹത്തിന് എവിടെയെല്ലാം കുറവുണ്ടോ അവിടേക്കെല്ലാം യേശു ഇറങ്ങി വന്ന് ആ മകളെ അബ്രാഹത്തിൽ കൊടുത്ത അതേ അനുഗ്രഹം യേശു ക്രിസ്തു വഴി ആ സഹോദരിക്കും ഇറങ്ങി വരാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് 31 സങ്കീർത്തനം 19 വാക്യം, കർത്താവിന്റെ അനുഗ്രഹം എത്ര വിപുലമാണ്. തന്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. തന്നെ അവയെ നേടുന്നവർക്ക് അത് പരസ്യമായി നൽകുന്നു. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ സഹോദരിയെ പോലെ നമ്മൾ പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തെ അന്വേഷിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കണം. ഹല്ലേലൂയ. അതാണ് മാറ്റം. ദൈവത്തിന് വേണ്ടി ദൈവത്തെ തേടുന്നതും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി തേടുന്ന വ്യത്യാസമുണ്ട്. നമ്മുടെ ആവശ്യം നമ്മൾ പിന്നോട്ട് പോകും. എന്നാൽ ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും നമ്മിലേക്ക് ഇറങ്ങി വരും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, രണ്ട് കരം ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ട, യഥാർത്ഥത്തിൽ ഒരു വിടുതൽ, യഥാർത്ഥത്തിൽ ഒരു അഭിഷേകം, യഥാർത്ഥ ഒരു അനുഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥ ഒരു ജീവിത വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതം ഇപ്പോൾ തന്നെ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശക്തിയോട് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സമ്പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് മക്കളെ നയിക്കണമേ, ഒരു അഭിഷേകത്തിലേക്ക് നയിക്കണമേ, ഒരു കൃപയിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുവേ. മഹത്വം, 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 മഹത്വം. ഒരു എലിസബത്ത് എന്നൊരു പേര് കർത്താവ് ഈ സമയം വെളിപ്പെടുത്തുന്നു. രണ്ട് കരങ്ങൾ കൂപ്പി പിടിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെ, 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കുകയും കാലവിളംബത്തെ കുറിച്ചുള്ള
ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുഭവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷം അധ്യായം 13 44 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിട്ട് അവയെ വാങ്ങുകയും ചെയ്യുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. അവർക്ക് വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞ പരീക്ഷ എന്ന് പറഞ്ഞ് എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഞാൻ പരീക്ഷയ്ക്ക് ഒരുക്കമായിട്ട് പ്രാർത്ഥന സഹായ അപേക്ഷയും ഇവിടെ വന്ന് ആരുടെയൊക്കെ സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് വീട്ടു പരീക്ഷ പാസ്സായി. പരിശുദ്ധ അമ്മയോട് കുതിര ഒരാളുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആള് ഫ്രണ്ടിൽ ഇങ്ങനെ പോയി നമ്മുടെ മുമ്പിലുള്ള എല്ലാ ദുരാത്മാക്കളെയും പൂർണ്ണമായി നമ്മളിൽ നിന്ന് മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആള് ഈ മെസ്സേജ് പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് ഭയങ്കര ശക്തി. കാരണം അവിടെ ചെന്നിട്ട് നമുക്ക് ഇനി വലിയ പണിയില്ല. കാരണം കർത്താവ് തന്നെ ദൂതനയച്ചെടുത്ത് ഭയങ്കര സന്തോഷമായി കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ അവിടെ ചെന്ന് ആ പള്ളിയിൽ ചെന്ന് ഇറങ്ങുമ്പോഴാണ് കാണുന്നത്, അതായത് കുതിരപ്പുറത്ത് ഗീവർഗീസിനാണ് കാണുന്നത്. ഹല്ലേലൂയ. കർത്താവ് എത്രയോ വലിയ നമുക്ക് വേണ്ടി ഒരു ദൂതന്മാരെ അയക്കുകയാണ്.
എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെ, നമുക്ക് ഓരോ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുമ്പോൾ കുറെ പ്രതിസന്ധികളുണ്ട്. കർത്താവ് വിളിച്ച ആ വിളിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ സ്വപ്നങ്ങളോട് ആരെല്ലാം സഹകരിക്കുന്നുണ്ടോ ആ വ്യക്തികളുടെ സ്വപ്നങ്ങളെ കർത്താവ് നടത്തി കൊടുത്തിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ ഈ സമയം വളരെ ഫ്രീ ആയിരിക്കും, ഒന്നിനെ കുറിച്ചും ആഗ്രഹം വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു വിഷമം വരികയാണ്. ഒരു മാസം മുൻപ് ഇപ്രകാരമാണ് ഞാൻ ഇങ്ങനെ ശുശ്രൂഷകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളൊരു ചെറിയൊരു കൂട്ടായ്മയാണ്. പ്രിയപ്പെട്ട അഭിഷിക്തർ എല്ലാം കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വികാരിച്ച് വളരെ സപ്പോർട്ടാണ്. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്. എന്താ വിഷമം എന്നറിയോ? നിങ്ങൾക്ക് എന്റെ വിഷമാണെങ്കിലും നിങ്ങൾക്കുള്ളത്. എനിക്കൊരു വിഷമിതായിരുന്നു. ചില ശുശ്രൂഷ മണ്ഡലങ്ങളിൽ എന്നെ വ്യക്തിപരമായി മാറ്റി നിർത്തുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഈ വേദന എന്നെ വല്ലാതെ ഒരു വിമർശനം ഉണ്ടാക്കി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ എന്നെ മാറ്റി നിർത്തുന്നത്? ഞാൻ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഈ സമയത്ത് മറ്റൊരു വശത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ധാരാളം ശുശ്രൂഷകളാണ്, ദിന ശുശ്രൂഷകളുണ്ട്. പക്ഷെ എനിക്ക് ലഭിക്കാത്തതിനോർത്ത് ഞാൻ വേദനിക്കുകയാണ്. ഭയങ്കര വിമിഷ്ടം. എനിക്ക് എന്റെ ജീവിതത്തിൽ സംതൃപ്തി പോയി, ആനന്ദം നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് മുഴുവനും എന്റെ പ്രാർത്ഥന പോകുന്നത് എന്നെ വേദനിപ്പിക്കുന്ന വ്യക്തികളിലേക്ക്, അതായത് എന്നെ തടയുന്ന വ്യക്തികളിലേക്ക് എന്റെ ചിന്തയാണ്. ഞാൻ ഇതിനെ വളരെ ഇഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ അന്തോണി ചേട്ടനുണ്ട്. അന്തോണി ചേട്ടൻ ഒരു സന്ദേശം പറയുകയാണ്. കർത്താവ് പറയുന്നു, സംതൃപ്തിയോടെ ഇരിക്കുക. കരങ്ങളെത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. ഒന്നിച്ച് പറഞ്ഞാൽ സംതൃപ്തിയോടെ ആയിരിക്കുക. പ്രിയപ്പെട്ട ഇത് വലിയൊരു രഹസ്യമാണ്. ഇതൊരു അവസരമാണ്. കർത്താവേ, ഇതുപോലൊരു സൗഖ്യം ഇതൊക്കെ സാമ്പൂർന്ന് കേൾക്കണ്ട. സാമ്പൂർന്നത് ഹല്ലേലൂയ പറയണം. ഓക്കെ, എന്റെ കർത്താവ് എന്റെ യൂട്യൂബ് മാറ്റി സാക്ഷിയാണ്. സ്വർഗം കേൾക്കാൻ പോകും. സഹോദരി കൂടെ അനുകരിക്കൂടെ പോകും. ഹല്ലേലൂയ. ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് എനിക്ക് മനമാതാവില്ല, അതൊന്നും പ്രാർത്ഥിച്ചാൽ മതി തോന്നുന്നു. അങ്ങനെ ഓപ്പറേഷന് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ എൻ്റെ അമ്മ മരിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഇരട്ടി ഷോക്കായിരുന്നു. ആശുപത്രി നോക്കാൻ പോലും ആരുമില്ലല്ലോ ചേച്ചി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് മാതാവിനെ കാണുമ്പോഴൊക്കെ പറയുന്നു, എൻ്റെ അമ്മ മരിച്ചു പോയിട്ടോ, എൻ്റെ കൂടെ നമുക്ക് എനിക്ക് ആരോഗ്യം പറയുന്നു. ഒരു ദിവസം ഇവിടെ ഓപ്പറേഷനൊന്നും കൂടാതെ ടെസ്റ്റ് നടത്തി. അപ്പൊ എല്ലാം മോണില്ല. നല്ല കൈകളുണ്ട്. ജയം ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. പേര് ഒരിക്കലും പറഞ്ഞ പേര് മിനി. മാതാവിനോട് എനിക്കൊരു വണ്ടി കിട്ടിയില്ല, കേരള ഭയങ്കര പ്രയാസമാണ്. ആ സമയത്താണ് നിർത്തി എനിക്ക്
അത് നിങ്ങളിങ്ങനെ പോകുമ്പോൾ ചേച്ചിനിപ്പോ ആയിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടി വരാം. ഞങ്ങൾ കടന്നു പോകാന്ന് വിചാരിച്ചു, കാരണം ചേച്ചിനിപ്പോ കേൾക്കുമ്പോ എന്താവും. പക്ഷേ പരിശുദ്ധൻ പറഞ്ഞു വണ്ടി അവിടെ നിർത്തണം. ഇതെന്റെ പ്രിയപ്പെട്ട മകളാണ്, ഇവിടെ നീ കയറ്റി പോയില്ലെങ്കിൽ നിനക്ക് എന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല. ഇത് വലിയ അത്ഭുതമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം നൽകിയിരിക്കും. നല്ലൊരു തീപ്പൊരി ഇനി ജീവിതം ഇനി പുതിയ അഭിഷേകത്തിൽ കണ്ടു കാണിക്കാൻ പോകണം. ഇത് പറഞ്ഞല്ലോ, അത് മഹത്വമായി. ഹല്ലേലൂയ. ഓക്കെ, വെരി ഗുഡ്. പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ ബന്ധുജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ മക്കളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഏതെങ്കിലും വ്യക്തികളാണ് അപ്രകാരം ഏതെങ്കിലും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും? ആർക്കാണ്? സൗകര്യം. എന്റെ പേര് ഓക്കെ. അവിടെ ആർക്കാണ് പ്രാർത്ഥിക്കുന്നത്? മോൾ അല്ലേ? പേരെങ്ങനെയാ? ഈ രണ്ടുപേർക്ക് വേണ്ടി സമയം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സമയമായിട്ട് കെട്ടിപ്പിടിക്കുക. ഉദരഫല കർത്താവിന്റെ ദാനമാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വ്യാഴ്ച നടന്ന ശുശ്രൂഷ പ്രകാരം 4 കുടുംബങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച ശുശ്രൂഷയിൽ സാക്ഷ്യപ്പെടുത്തി. അത് കഴിഞ്ഞ വർഷം നടന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത കുടുംബമായിരുന്നു. പെൺകുട്ടിയാണ്, അതായത് കോളേജിൽ പഠിക്കുന്നു. അവളുടെ വിഷമം ഇതാണ്, അവൾ വീട്ടിൽ അപ്പൻ അവളെ സ്നേഹിച്ചിട്ടില്ല, അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. അമ്മ അനുജനെയും അനുജത്തിയൊക്കെ സ്നേഹിക്കും. ഇവൾക്ക് അത്ര ഭംഗിയില്ല. അതുകൊണ്ട് എന്റെ ആരും ഇഷ്ടമില്ലാതെ തോന്നല് ചെറുപ്പം മുതൽ ഇവൾക്കുണ്ടാവുകയാണ്. ഇപ്പൊ ചുറ്റുമുള്ള സിറ്റുവേഷനൊക്കെ ഇവൾക്കെതിരാണ്. കോളേജിൽ ഇവളധികം ആരും മൈൻഡ് ചെയ്യില്ല, കൂട്ടുകാരധികമില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും ചെന്നാലും തിക്കാനുഭവങ്ങൾ. അങ്ങനെ ദുഃഖകയത്തിൽ യേശു ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധ്യമല്ലേ. യേശു ഒരു വാതിലടച്ചാൽ ആർക്കും തുറക്കാൻ സാധ്യമല്ലേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ യേശു വാതിൽ തുറന്നിടും. നിന്റെ ദാഹം എനിക്കൊന്ന് കാണണം, എന്റെ ദാഹം നിന്റെ ദാഹം ഞാൻ കാണുമ്പോൾ ദൈവം ഒരു സംതൃപ്തനായിരിക്കും. കൂടെ വലിച്ചിരിണ്ട്, ഓ ഇവൻ ഈ പ്രതിസന്ധിയിൽ ഇവൻ ആശ്രയിക്കുകയാണല്ലോ. കർത്താവ് യാക്കോബ് പറഞ്ഞു, നിന്റെ പേരെന്താണ്? യാക്കോബ് നിന്റെ പേര് യാക്കോബ്. കർത്താവ് പറഞ്ഞു, നിന്റെ പേര് യാക്കോബ് അല്ല, നിന്റെ പേരെന്താണ്? ഇസ്രായേൽ. ദൈവത്തിന്റെ രാജകുമാരൻ, അതായത് യാക്കോബ് എന്ന ആ പേരിനെ കർത്താവ് മാറ്റം വരുത്തി. നിന്റെ മേലുള്ള ശാപത്തിന്റെയും രോഗത്തിന്റെയും ബന്ധനത്തിന്റെയും കെട്ടുകളെല്ലാം മാറ്റുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും യാക്കോബിന് മാത്രം. ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു, നിന്റെ മകൻ യാക്കോബിന്റെ ഭവനത്തിലെ ഏറ്റവും ചതിയനും വഞ്ചകനായവനെ കർത്താവ് അവന്റെ ദാഹം കണ്ട് വിശുദ്ധനും അനുഗ്രഹിക്കപ്പെടുന്നവനായി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മിൽ ഒരു ദാഹം കരമടിച്ച് ആടിപ്പാടി നല്ല എന്താ പറയാ നൃത്തം ചവിടാൻ സാധിക്കുന്നതൊക്കെ നല്ലൊരു അവസരമാണത്. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ചെറുപ്പാടോ ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ഇവിടെ ആവർത്തിച്ച് ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം
വിശ്വാസത്തോടെ രോഗം നീതുമാകട്ടെ സംവിധായകൻ യേശുണ്ട് ആരാധന പാട്ട് പാടാം. ആത്മനാഥനെ കാണുവാൻ ഈശോയെ ആത്മനാഥനെ യേശുവേ കരങ്ങൾ വീശി ആരാധന സ്നേഹത്തോടെ ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന കരവീശി ആരാധന ഓ ഈശോയേ എൻ ദൈവമേ ആരാധന അങ്ങേക്ക് ആരാധന. ഈ കൂട്ടായ്മയിൽ ഒത്തിരി കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ കർത്താവ് കൊണ്ടുവരുന്നു. സ്വീകരിക്കുക. ദേശം വീണ്ടും സന്ദേശം നൽകിയാണ് മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ കൊടുക്കും. നമ്മള് വീണ്ടും ഒരു രണ്ടാം ശനിയാഴ്ച, അതായത് അത് പ്രത്യേകം നിങ്ങളോട് പറഞ്ഞു 13-ാം തീയതി പരിശുദ്ധമ്മയുടെ ദിവസം സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമുക്ക് ഇവിടെ രണ്ടാം ശനിയാഴ്ചയും ശുശ്രൂഷ ചെയ്യാനായിട്ട് കടന്നു വന്ന നമ്മുടെ ജസ്റ്റിൻ ബ്രദറും അതുപോലെ തന്നെ ദീപു ബ്രദറും ഷനാജ് ബ്രദറും അതുപോലെ തന്നെ നമുക്കിന്ന് വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ ഇടയിൽ അച്ഛന്മാരും നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു കുർബാന തരാന്ന് പറയുന്നത്. അതും നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ കൊച്ചച്ഛൻ കടന്നു വന്ന് നമുക്കൊരു ദിവ്യബലി അർപ്പിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹപ്രദമായിട്ടുള്ള ദിവസമായിട്ട് നല്ല കാലാവസ്ഥയും ഒക്കെ ആയിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ആ ദൈവത്തെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈശോയെ നമുക്ക് ഒന്ന് പ്രൈസ് ദി ലോർഡ് പറഞ്ഞിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് ദൈവത്തോട് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തായിട്ട് പരിശുദ്ധ അമ്മ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അമ്മയുടെ വലിയ മാധ്യസ്ഥമുണ്ട് നമ്മുടെ ഈ ദേവാലയത്തിൽ. അതാണ് ഈ ദേവാലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പലപ്പോഴും ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്ന ശുശ്രൂഷകരെ പറയാറുണ്ട്, ഒറ്റയ്ക്ക് വിളിച്ച് പറയാറുണ്ട്. ഭയങ്കര ഒരു അമ്മയുടെ വലിയ സാന്നിധ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇനിയും ആ അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹമൊക്കെ കൂടാനായിട്ടാണ് നമ്മൾ ചുറ്റും നടന്നു വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ സാധിക്കുന്നവർക്ക് കടന്നു വരാം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ജപമാല തുടങ്ങി ഇത് പള്ളി ചുറ്റി നമ്മൾ ജരിക പ്രാർത്ഥന പോലെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. ഇപ്പൊ ഈ 5-10 ദിവസമായിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നുണ്ട്. നിങ്ങളത് 7 മണിക്ക് ചെല്ലാൻ നിങ്ങൾക്കൊക്കെ ഒരു നിയോഗം വെക്കാം. ഒരു 7 ദിവസം അതിനു വേണ്ടി ഒരു ജരിക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദിവസം 7 ദിവസങ്ങളാണ്. എന്തെങ്കിലും നിങ്ങൾ പ്രാർത്ഥനാ നിയോഗം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു 7 ദിവസം നിങ്ങൾ ഇതൊന്ന് ആ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ ഇതിനൊന്ന് കടന്നു വന്ന് നോക്കി. അത് തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി ഈ മാതാവിന്റെ വിമലഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കാനായിട്ട് നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കിയോളൂ. ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അത് നമ്മുടെ ഇടവകയിൽ പ്രത്യേകം കൊടുക്കാം. ഒരു 100 ആളെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടവകയിലായിട്ട് മാറ്റം ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനുവേണ്ടിയും പരിശ്രമിക്കാം. ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും ഇവിടെ കടന്നു വന്ന് നമുക്ക് വേണ്ടി ചെയ്ത ജസ്റ്റിൻ ബ്രദർ, ദീപു ബ്രദർ, അതുപോലെ തന്നെ ഷിനോജ് ബ്രദറിന് ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം. നിങ്ങൾ കുറെ നിയോഗങ്ങള് ബ്രദറിലൂടെ സന്ദേശങ്ങളൊക്കെ തന്നു. ഈ സന്ദേശങ്ങളൊക്കെ സാക്ഷ്യങ്ങളായിട്ട് നമുക്കിവിടെ എഴുതിയിടാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും